നല്ല അയൽക്കാരുണ്ടെങ്കിൽ അമൃതം പോലെ സുഹൃതമെന്നാണ് പറയുന്നത്. അതുതന്നെയാണ് രാജ്യങ്ങളുടെ കാര്യത്തിലുമുള്ളത്. അയൽ രാജ്യങ്ങൾ നല്ല സൗഹൃദത്തിലും പിന്തുണയുമുള്ളവരുമാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ ക്ഷേമവും പുരോഗതിയും അഭിവൃദ്ധിപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ ആ രാജ്യം നിലനിൽക്കുന്നത് തന്നെ ഇന്ത്യയുടെ സർവനാശത്തെ മുൻനിർത്തിയാണുള്ളത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ മുസ്ലിം വിഭാഗത്തിന് വേണ്ടി മാത്രം ഒരു രാജ്യം വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വെട്ടിമുറിച്ച് നമ്മളെ വേർപിരിഞ്ഞു പോയവരാണവർ. എന്നാൽ നമ്മുടെ ബഹുസ്വരതയും മതേതരത്വവും നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച മുസ്ലിം വിഭാഗമാകട്ടെ ഇന്ത്യയിൽ തന്നെ തുടരുകയും ചെയ്തുവല്ലോ. പാകിസ്ഥാൻ എന്ന മറ്റൊരു രാജ്യം രൂപീകരിച്ചിട്ടും ഈ രാജ്യം അന്ന് മുതൽ ഇന്ത്യയിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. 3 തവണ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടത്തുകയുമുണ്ടായി. എന്നാൽ ആ 3 പ്രാവശ്യവും തികഞ്ഞ പരാജയമാണ് പാകിസ്ഥാന് സംഭവിച്ചതും. എന്നിട്ടും പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ആ രാജ്യത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ കൗതുകകരം. പാകിസ്ഥാൻ്റെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും ഇങ്ങനെ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടിയാണ് ചിലവഴിക്കപ്പെടുന്നത്. സത്യത്തിലത് ആ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി ചിലവഴിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ പട്ടിണിയും പരിവട്ടവുമാണ്. ഇരു രാജ്യങ്ങളും സൗഹൃദത്തിലാണെങ്കിൽ 2 രാജ്യങ്ങളിലും പ്രതിരോധ വകുപ്പിൽ ചെലവാക്കുന്ന പണത്തിൻ്റെ തോത് കുറയുകയും അത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ഗുണകരമാവുകയും ചെയ്യും. പലപ്പോഴും ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയുടെ സംയമനം അത് ഒരു ദൗർലഭ്യമായി കാണുകയാണ് പാകിസ്ഥാൻ. അവിടെയും ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിലുണ്ടെങ്കിലേ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാകൂ. എന്നാൽ കുറേ നാളുകളായി പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാണ് പാകിസ്ഥാൻ. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നവും. പാകിസ്ഥാൻ സൈന്യം ഒരിക്കലും ഒരു സമാധാനം ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശമായ ജമ്മു കാശ്മീരിൽ അവർ നിരന്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റവും ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനത്തിനായുള്ള എല്ലാവിധ സഹായങ്ങളും തീവ്രവാദികൾക്ക് നൽകുകയും ചെയ്യും. ഇപ്പോഴാകട്ടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് ലവലേശം ഇഷ്ടമില്ലാത്ത ചൈനയാകട്ടെ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനത്തിനായി പാകിസ്ഥാനെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ അകമഴിഞ്ഞ് സഹായിക്കുകയുമാണ്. തന്ത്രപരമായി ഇന്ത്യക്ക് ഭീഷണിയാകുന്ന കാരക്കോറം ഹൈവേ നിർമ്മാണത്തിനായി $2 ബില്യൺ കരാറാണ് ചൈന ഇപ്പോൾ പാകിസ്ഥാനുമായി ഉണ്ടാക്കിയിട്ടുള്ളത്. സത്യത്തിൽ 2016 ഇന്ത്യയിലെ പത്താൻകോട്ടും ഉറിയിലും പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായി ഇന്ത്യയുടെ ബന്ധം ആകെ തകർന്ന നിലയിലാണ്. അതിനിടയിലാണ് ഇപ്പോൾ അടുത്ത മാസം ഒക്ടോബർ 15, 16 തീയതികളിൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ യോഗത്തിൽ പങ്കെടുക്കുവാനുള്ള ക്ഷണം അത് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ യോഗത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് പങ്കെടുക്കേണ്ടതും. യോഗത്തിൽ ഇന്ത്യ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്തിന് പാകിസ്ഥാനിൽ നടക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കണം? ഈ ചർച്ച കൊണ്ട് ഇന്ത്യക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. സൗഹൃദവും നല്ല അയൽബന്ധവും ആഗ്രഹിക്കാത്ത പാകിസ്ഥാനുമായി യാതൊരുവിധ ചർച്ചയും വേണ്ടെന്നാണ് ഇപ്പോഴത്തെ നിലപാട്. ഒരു ഭാഗത്തുകൂടി ചർച്ചയും മറുഭാഗത്തുകൂടി ഇന്ത്യാവിരുദ്ധ പ്രവർത്തനവും നടത്തുന്ന പാകിസ്ഥാനുമായി യാതൊരുവിധ ഐക്യവും വേണ്ടെന്ന നിലപാടാണ് ഇവിടെ ഭൂരിഭാഗം ഭാരതീയരുടേതുമായിട്ടുള്ളത്.